തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ രോഗികളെത്തുന്ന ജനറൽ ആശുപത്രിയാണിത്. രോഗത്തിന്റെ അവശത സഹിച്ച് മരുന്ന് വാങ്ങാനുള്ള നീണ്ട വരി. പക്ഷേ പലരുടെയും അടക്കം വെറും കൈയോടെ. ഡോക്ടർമാർ കുറിക്കുന്ന മരുന്നുകളിൽ ഭൂരിഭാഗവും പുറത്തുനിന്ന് വാങ്ങണം. പലതിനും വലിയ വിലയും. ഇല്ല പുറത്തുനിന്ന് വാങ്ങാനാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞു. പുറത്തുനിന്ന് വാങ്ങാൻ പറഞ്ഞു. വിലയുള്ള മരുന്നായിരിക്കും പുറത്തുനിന്ന്. OPയിൽ ടിക്കറ്റ് കിട്ടണമെങ്കിൽ അതിരാവിലെ എത്തി മണിക്കൂറുകൾ കാത്തു നിൽക്കണം. രോഗത്തിന്റെ ആവശ്യകതകൾക്കൊപ്പം ക്യൂ നിൽക്കുന്നവരുടെ തലയിലാണ് ഈ മരുന്ന് ക്ഷാമത്തിന്റെ ഇരട്ടപ്രഹരം. കോഴിക്കോടും സ്ഥിതി സമാനം. അത്രയും ക്യൂ നിന്നിട്ട് എടുത്തെത്തിയ മരുന്നില്ല അറിയും. ഇതിൽ മരുന്ന് ഉണ്ടെങ്കിൽ ഞാൻ ക്യൂ നിൽക്കാം. അത് സമ്മതിക്കില്ല. ക്യൂ നിന്ന് തന്നെ വന്നിട്ട് മരുന്നുണ്ടോ ഇല്ലയെന്ന് പറയണം. അത്ര ബുദ്ധിമുട്ടിക്കലാണ്. മരുന്ന് പ്രതിസന്ധിയെപ്പറ്റി വാർത്തകൾ വന്നപ്പോൾ തെറ്റായ ധാരണ പരത്താൻ മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമമാണിത് എന്നാണ് വകുപ്പ് മന്ത്രിയുടെ ആരോപണം. മാധ്യമങ്ങളെ പഴിക്കാതെ ദയവ് ചെയ്ത് പ്രശ്നപരിഹാരത്തിന് മന്ത്രി നടപടികൾ സ്വീകരിക്കണം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം, കോഴിക്കോട്.